ഇത് സൺഡേ ആയിട്ട് 2 പരിപാടിയുണ്ട്. ഒരു റിസപ്ഷനുണ്ട്, ഒരു ബർത്ത്ഡേ ഉണ്ട്. ഇതിൽ റിസപ്ഷനായിട്ട് നമ്മൾ പോകുന്നത്. വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. അതായത് എൻ്റെ കസിൻ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ റിസപ്ഷനാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകാൻ റെഡിയായി ഇറങ്ങിയിട്ടോ. ഇതാട്ടോ പീരുമോളുടെയും കുഞ്ഞാറ്റയുടെയും ഔട്ട്ഫിറ്റ്. ഇത് അമ്മ വാങ്ങിച്ചു തന്നതാണ്. അപ്പോൾ ഇത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ചേട്ടൻ്റെ പുതിയ ഷർട്ടാണ്. എൻ്റെ പീരുമോളുടെ ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സാട്ടോ. ഇത് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടിക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മളിതാ പള്ളുരുത്തിയിലാണ്. ഇടയ്ക്ക് വെച്ച് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് നിർത്തി. ഇത് പള്ളുരുത്തി ചിറക്കി പള്ളിയുടെ ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി. നമ്മൾ ഇത്തിരി നേരത്തെ എത്തിപ്പോയത് 5 മണിക്ക് എത്തിയിട്ടോ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് തൊട്ടപ്പുറത്തൊരു പാർക്ക് കണ്ടത്. അപ്പോൾ പീലുമോളെയും കുഞ്ഞാറ്റിനൊന്നും പാർക്കിൽ ഇതുവരെയായിട്ടും കൊണ്ടുപോയിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ അവിടെ നിന്നപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. തീറ്റുന്ന സാധനത്തിലൊക്കെ കയറി തീറ്റണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾക്ക് ഇതുവരെ അങ്ങനെ ഇരുത്താത്തതുകൊണ്ട് എനിക്ക് പേടി, ഒറ്റയ്ക്ക് ഇരുത്താനായിട്ട് പേടിയായിട്ട് ഞാൻ തന്നെ അവളെ പകുതിക്ക് വെച്ച് ഊർത്തിറക്കി. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് എന്താണെന്നറിയില്ല, പീലുമോൾക്ക് ഭയങ്കര പേടിത്തുണ്ട്. പക്ഷെ അവൾ തന്നെ കയറാമെന്നൊക്കെ പറഞ്ഞ് പകുതി വരെ അവൾ കയറിട്ടോ. പിന്നെ അവൾക്ക് പേടിയായി, താഴത്തേക്ക് ഇറങ്ങി. പിന്നെ ഈ ഒരു സാധനത്തിൽ ഇരുന്നു. അപ്പോൾ വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പം അവൾ അതിലിരുന്ന് കുറേ നേരം ഇരുന്ന് ആടിട്ടോ. സാധാരണ പൊതുവേ ഇവൾ പേടിത്തൊണ്ടിയാണെങ്കിലും കുഞ്ഞാറ്റയാണ് ധൈര്യശാലി. എന്നാലും ഇന്നലെ പാർക്കിൽ പോയപ്പോൾ പീരുമോൾക്ക് ഭയങ്കര ഒരു ധൈര്യമായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ആ കൊച്ചു പോയപ്പോൾ കുറേ നേരം ഞാൻ തന്നെ ആട്ടിക്കൊടുത്തു, ഇതാക്കി കൊടുത്തു, പൊക്കിയും താഴ്ത്തി കൊടുത്തു. അങ്ങനെ അവളവിടെ കുറേ നേരം ഇരുന്നു. അപ്പം നമുക്കാണെങ്കിൽ ഇരിക്കാനായിട്ട് ഇതേപോലത്തെ കുറേ സീറ്റുകൾ ഇതുണ്ട് കേട്ടോ, ചെയർ പോലത്തെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റക്കും കയറണമെന്നുണ്ട്, പീലുമോളിരുന്ന് ആടുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാറ്റക്ക് കയറണമെന്നുണ്ട്. പക്ഷെ അവൾക്ക് നല്ല പേടിയായിട്ട് പിന്നെ കയറിയില്ല. പിന്നെ അതാ നമ്മുടെ ഊഞ്ഞാലിൽ ഒഴിവ് വന്നപ്പോൾ ഊഞ്ഞാലിലാടി. പിന്നെ അവൾ കുറച്ചാടി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അമ്മ അവിടെ പോയിരുന്നു, ഞാൻ ആടിക്കോളാം എന്നൊക്കെ പറഞ്ഞു. വളരെ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടാണ്. കാരണം പൊതുവെ അവൾ ഭയങ്കര എന്നേലും പേടിത്തൊണ്ടിയായിട്ടാണ് അവൾ ഉള്ളത്. പക്ഷെ ഇന്നലെ എന്തോ അവൾ ധൈര്യത്തിലെല്ലാം ചെയ്യാൻ വേണ്ടി ഇതായി. അതുമാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ വാശി 2 പേർക്കും ഭയങ്കര വാശിയായിരിക്കും. പക്ഷെ പീലുമോൾ ഇന്നലെ നല്ല മെച്ചേർഡായിട്ടാണ് ബിഹേവ് ചെയ്ത്. എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചും കണ്ടും ഒച്ചപ്പാടും ബഹളം ഇല്ലാതെയും ഒക്കെ. ഇപ്പോൾ നമ്മൾ 2-3 കല്യാണത്തിനൊക്കെ അടുപ്പിച്ച് പോകണുണ്ടായിരുന്നു തോന്നുന്നു. ആളിപ്പോൾ നല്ല സോഷ്യലി നല്ല രീതിക്കാണ് ബിഹേവ് ചെയ്യുന്നത്. പണ്ട് ആരെങ്കിലും അടുത്തേക്ക് വന്നാൽ തന്നെ കിടന്ന് കരയുമായിരുന്നു. പിന്നെ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, ഹായ് പറയുന്നുണ്ട്, വിശേഷം ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. പീലുമോളുടെ ഈ വളർച്ച കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കുട്ടികൾ എത്ര പെട്ടെന്നാണല്ലേ വളർന്ന് വലുതാവുന്നത്. പരിപാടിക്ക് പോകാൻ വിളിച്ചിട്ട് പീലുമോൾ വരുന്നുണ്ടായില്ല, ഊഞ്ഞാലാടാന്ന് പറഞ്ഞിരിക്കണമായിരുന്നു. അവിടെ നമ്മൾ പതിയെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അവിടെ ചേച്ചിയുടെ മോളും കൂട്ടുകാരും കൂടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ. പിന്നെ നമ്മുടെ വെൽക്കം ഡ്രിങ്കൊക്കെ വന്നു. 6 മണിയെന്ന് പരിപാടി പറഞ്ഞെങ്കിലും അവർക്ക് ഇവിടെ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഹോൾ ഒഴിഞ്ഞിട്ടായിട്ട് ടൈം എടുത്തു. അപ്പോൾ ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് കുറേ ടൈം എടുത്തു കേട്ടോ. അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണ് പരിപാടി തുടങ്ങിയത്. അങ്ങനെ പെണ്ണും ചെക്കനും കൂടി നടന്നു വന്നു. നമ്മുടെ സ്റ്റേജിൽ കയറി. എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പെട്ടെന്ന് എൻ്റെ ഇതായിപ്പോയി, ക്യാമറ ഓണാക്കാൻ വിട്ടുപോയി. അങ്ങനെ ഇതാ ചെക്കനും പെണ്ണും സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അവിടെ ചേച്ചിയുടെ മോൾ ഓരോ ഇതൊക്കെ പറയുന്നുണ്ട്, മീറ്റിൽ പറയുന്നുണ്ട്. പിന്നെ അത് ഈ ചേട്ടനും ചേച്ചിയും യൂട്യൂബ് ചാനലുള്ള കേട്ടോ. നമ്മളെപ്പോലെയുള്ള ഒന്നുമല്ല, നല്ല ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലാണ്. അച്ചായനും അച്ചായത്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ നമ്മുടെ ചാനൽ വഴി പരിചയപ്പെടുത്തേണ്ട ഒരു ഇതല്ല. കാരണം അവർക്ക് ഓൾറെഡി
അവർ ഫേമസ് ആയതാണ്. യൂട്യൂബ് വഴി തന്നെ യൂട്യൂബും ഫേസ്ബുക്കും വഴി തന്നെ ഫേമസ് ആയ ആൾക്കാരാണ്. അവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. 200 പേർക്കുള്ള ഒരു ഇതായിരുന്നു കേട്ടോ, 200 പേരുള്ളൊരു ഫങ്ഷനായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മധുരം കൊടുപ്പുണ്ടായിരുന്നു. പൈനാപ്പിളിൻ്റെ ഉള്ളിൽ പഞ്ചസാര വെച്ചിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവരുടെ ചടങ്ങ് കാണുന്നത്. കാരണം രമ്യചേച്ചി ഹിന്ദു ആയിരുന്നു. ഈ ചേട്ടനെ കെട്ടിയപ്പോഴാണ് ക്രിസ്ത്യൻ ആയത്. അപ്പോൾ ഇവരുടെ ഒരു ഇൻ്റർകാസ്റ്റ് മാരേജാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്രിസ്ത്യൻ കല്യാണം കൂടി അങ്ങനെ ശീലമില്ല. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുമില്ല, അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഉള്ളിൽ മധുരം പഞ്ചസാര വെച്ചിട്ട് അത് കൊടുക്കുക, അങ്ങനത്തെ ഒരു ചടങ്ങാട്ടോ. അപ്പോൾ പൈനാപ്പിളൊക്കെ ഇവിടെ ഇരിക്കണുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞു തന്നത്. കാരണം പുള്ളിക്കാരൻ്റെ കുറേ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. അതിൻ്റെ റിസപ്ഷനൊക്കെ പോയിട്ട് ചേട്ടന് നന്നായിട്ട് അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് കൂടുന്നത്, കല്യാണമല്ല റിസപ്ഷന് കൂടുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരും എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ രമ്യചേച്ചിയുടെ വീട്ടുകാർ എന്ന് പറയാനായിട്ട് അവർക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ 2 ഇതുണ്ടെന്ന് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരെണ്ണം ഞങ്ങളുടെ ഒരു കസിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവിടെ തിരക്ക്, ഇവിടെ വരാനായിട്ട് ആർക്കും പറ്റിയില്ല. കാരണം കൂടുതൽ ഇത് അങ്ങോട്ടാണല്ലോ, നമുക്ക് കൂടുതൽ ബന്ധം വരുന്നത് അങ്ങോട്ടല്ലേ. അപ്പം അങ്ങനെ ആരും വന്നില്ല, കുറച്ച് പേരേ ഉണ്ടായുള്ളൂ. അപ്പം ഞങ്ങൾ തന്നെയാണെങ്കിലും ഞാനും ചേട്ടനും ഇങ്ങോട്ട് വന്ന് അമ്മേനെ ബർത്ത്ഡേക്ക് വിട്ടു. അങ്ങനെയാണ് ചെയ്തത്. ഒരു ദിവസം തന്നെ ഒരേ ടൈമിലായിപ്പോയി, അതാ പറ്റിയത്. അപ്പോൾ നമ്മുടെ റോസും കൂട്ടുകാരൊക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ മധുരം കൊടുപ്പും കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ വെറുതെ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ പിള്ളേരുടെ ഡാൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ചെറിയ വൈനും കിട്ടി, ഒരു കേക്കും കിട്ടി കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ് അല്ല, അതുപോലെ പ്ലം കേക്ക് പോലത്തെ ഒരു കേക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ചു. വൈനാണെങ്കിൽ ചേച്ചിയും ചേട്ടനും കൂടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഡാൻസും കണ്ട് അതൊക്കെ കുടിച്ച് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പീളുമോളും കുഞ്ഞാറ്റയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കിടക്കുന്നുണ്ട് കേട്ടോ, ഒരിടത്ത് നിൽക്കില്ല. അപ്പോൾ നമുക്ക് പീലുമോളെ കൊണ്ട് വലിയ ശല്യം ഉണ്ടായില്ല. പക്ഷേ കുഞ്ഞാറ്റ ഇന്നലെ ഭയങ്കര വാശിയായിരുന്നു. വെറുതെ കിടന്ന് കരഞ്ഞ് ആകെ ചളമാക്കി കളഞ്ഞു. ഡാൻസിൻ്റെ പാട്ട് ഞാൻ കളഞ്ഞ കേട്ടോ. കാരണം നമുക്ക് ഏതെങ്കിലും കാരണത്താൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കുറച്ച് സോങ് മാത്രം ഇട്ടിട്ട് പിന്നെ അത് ഇതാക്കുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ നന്നായിട്ട് നല്ല ആക്റ്റീവായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫങ്ഷൻ. പിന്നെ നമ്മൾ വിചാരിച്ചു ജോമോൻ ചേട്ടൻ്റെയൊക്കെ ഡാൻസ് ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളിക്കാരൻ ചാനലിൽ വീഡിയോ ഇടാനായിട്ടുള്ള ഷൂട്ടിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. കാരണം അവരുടെ വീഡിയോസ് അച്ചായനും അച്ചായത്തി എന്ന് പറയുന്ന ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ, കാണാത്തവരാരും കാണില്ല, മിക്കവരും കണ്ടതായിരിക്കുള്ളൂ. എന്നാലും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. അച്ചായനും അച്ചായത്തി അവരുടെ ഫാമിലി വ്ളോഗാണ് ഇടുന്നത്. അപ്പോൾ നല്ല രസമാണ് വീഡിയോ കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതോടെ കണ്ട് അവരെയും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിൽ പോയി. ഇപ്പം തന്നെ ടൈം ഒരു 8 മണിയൊക്കെ ആയി. കാരണം പരിപാടി ലേറ്റായിട്ട് തുടങ്ങിയതുകൊണ്ട് ലേറ്റായിട്ടാണ് അവസാനിക്കുന്നത്. ചേട്ടൻ നേരത്തെ വന്ന് നേരത്തെ ഫുഡൊക്കെ ഇവിടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നേരത്തെ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കുവാണെങ്കിൽ പരിപാടി ലേറ്റായി. അങ്ങനെ നമ്മുടെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 8:30 കേട്ടോ. 8:30 ആയപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലൊരു 9 മണി 9:45 നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ ഒരു വ്ളോഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.